മുരിങ്ങക്കമ്പ് മുറിച്ചപ്പോൾ കുറച്ച് മുരിങ്ങയുടെ ഇല കിട്ടി, കുറച്ച് കൂടുതൽ കിട്ടി. മുരിങ്ങക്കമ്പിൻ്റെ ഇല ഒരു രാത്രി മുഴുവൻ എടുത്ത് വയ്ക്കുക. അപ്പോൾ വലിയ കമ്പെന്ന് നോക്കുമ്പോൾ മാത്രമേ ഇളക്കിയെടുക്കേണ്ടി വരുള്ളൂ. മറ്റു ചെറിയ കമ്പെന്ന് നോക്കാൻ തനിയെ വീണോളും. പരിപ്പ് സെപ്പറേറ്റായിട്ട് വേവിക്കണം. ഇതിൽ ഞാൻ ഒരുമിച്ചാണ് വേവിച്ചിട്ടുള്ളത്. പരിപ്പും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കണം. സെപ്പറേറ്റായി വേവിച്ചാലേ പരിപ്പ് നന്നായി വേവുള്ളൂ. ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതെല്ലാം പരിപ്പ് വേവിച്ച് പിന്നീട് മുരിങ്ങയുടെ ഇല ഇടുക. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിച്ച് കടുകും മുളകും കൂടെ ഇത്തിരി കറിവേപ്പിലയും ചേർത്ത് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിലാണ് കടുക് പൊട്ടിക്കുന്നത്. കടുക് പൊട്ടിച്ചിട്ടാൽ മതി. വളരെ ഈസിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയാണ് ഈ കറി.